അർജന്റീനയും കാപ്പവർദയും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വാട്ട് എ ഗെയിം ആൻഡ് വാട്ട് എ ക്രേസി ഗെയിം. എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. പതിവ് പോലെ തന്നെ ഗോളും അസിസ്റ്റുമായി ലിയോ മെസ്സി പൊളിച്ചടിക്കൊരു കളി. എന്നാൽ കാപ്പവർദെ അവരെയാണോ നമ്മൾ ചെറിയ ടീമെന്ന് പറഞ്ഞുകൊണ്ട് താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചത്? എന്തൊരു പോരാട്ട വീര്യമായിരുന്നു അവർ ഈ ഒരു കളി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും രാജാവിന്റെ ചിറകിലേറിക്കൊണ്ട് അർജന്റീന റൗണ്ട് ഓഫ് 16 പ്രവേശിച്ചിരിക്കുന്നു. ഈ ഒരു കളിയെക്കുറിച്ച് പറയുമ്പോൾ എന്തൊരു ആവേശം നിറഞ്ഞ കളിയായിരുന്നു. ഈ ഒരു വേൾഡ് കപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ച് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഏതായാലും അവസാന മിനിറ്റ് വരെ വേൾഡ് ചാമ്പ്യന്മാരായിട്ടുള്ള, അതായത് വേൾഡ് നമ്പർ 1 ടീമായിട്ടുള്ള അർജന്റീനയെ വിറപ്പിച്ചുകൊണ്ടാണ് കാപ്പവർദെ ഈ ഒരു മത്സരത്തിൽ നിന്നും കീഴടങ്ങിയിട്ടുള്ളത്. അതെ, കാപ്പവർദെയുടെ പോരാട്ട വീര്യം തന്നെയാണ് എനിക്ക് ഏറ്റവും അധികം എടുത്തു പറയാൻ തോന്നുന്നതും. കാരണം കന്നി വേൾഡ് കപ്പിൽ ഇങ്ങനെ കളിച്ച വേറൊരു ടീമുണ്ടോ? എന്തൊരു പോരാട്ട വീര്യമായിരുന്നു അത്. ശരിക്കും അർജന്റീനയെ വിറപ്പിച്ച് കളഞ്ഞൊരു ടീമായിരുന്നു കാപ്പവർദെ തന്നെ പറയേണ്ടി വരും. റിസൾട്ട് എന്ത് തന്നെ ആവട്ടെ, ഇവന്മാർ ഇത്രയും പൊരുതി നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും ഓർത്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൂന്നാം ഗോൾ വീണ ശേഷവും അവർ അങ്ങേയറ്റം പൊരുതി നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും എമിലിയാനോ മാർട്ടിനസ് ആണ് പിന്നീട് അവരെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതും. ഐ ലവ് ദിസ് ടീം. കാപ്പവർദെ എജ്ജാതി ടീമാണ്. 4 വർഷം കഴിഞ്ഞ് വീണ്ടും വന്നേക്കണേടാ മക്കളെ എന്ന് തന്നെയായിരിക്കും പല ഫുട്ബോൾ പ്രേമികളും ഈ ഒരു ടീമിനോട് ഇപ്പോൾ പറയുന്നുണ്ടാവുക. ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ മത്സരത്തിന്റെ 29-ാം മിനിറ്റിലാണ് ലിയോ മെസ്സിയുടെ ഗോളിലൂടെ അർജന്റീന ലീഡ് പിടിക്കുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണുന്നത് തികച്ചും നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ്. മത്സരത്തിന്റെ 59-ാം മിനിറ്റിൽ ഡ്വാഡ്സയിലൂടെ കാപ്പവർദെ ഈക്വലൈസർ ഗോൾ കണ്ടെത്തുന്നു. പിന്നീട് 92-ാം മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസ് അർജന്റീനയെ 2-1 ലീഡിലേക്ക് എത്തിക്കുന്നു. പക്ഷേ 103-ാം മിനിറ്റിൽ കാബ്രൽ എന്ന പ്ലെയർ കാപ്പവർദെക്ക് വേണ്ടി അടിച്ചൊരു ഗോൾ ഉണ്ടായിരുന്നു. അതെന്തൊരു ഗോളായിരുന്നു. അർജന്റീന ലീഡ് നേടി വിജയിച്ചെന്ന് ഏതാണ്ട് ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ബോക്സിന്റെ വലത്തെ മൂലയിൽ നിന്നും ആ ഒരു വെടിയുണ്ട പിറക്കുന്നത്. ടോപ്പ് കോർണർ. ഈ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും ബെസ്റ്റ് ഗോളുകളിൽ ഒന്നായിരുന്നു അതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഈ ഒരു മാച്ചിൽ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ പ്രകടനവും എടുത്തു പറയുക തന്നെ വേണം. അദ്ദേഹം ഗോളും അസിസ്റ്റുമായി ഗംഭീര പ്രകടനമാണ് നടത്തിയത്. പിന്നെ ലിയോ മെസ്സി പതിവ് പോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഗോൾ അടിച്ചുകൊണ്ട് ഒരു പിടി റെക്കോർഡ് അദ്ദേഹം തൂക്കുന്നു. പിന്നീട് എക്സ്ട്രാ ടൈമിൽ ടീമിനെ വിജയിപ്പിച്ച അസിസ്റ്റും കൊടുത്തുകൊണ്ട് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് എന്നുള്ള വമ്പൻ റെക്കോർഡും അദ്ദേഹം തന്റെ പേരിൽ തന്നെ കുറിക്കുകയായിരുന്നു. ഏതായാലും വെറും ഗോൾ അടിക്കുന്ന ഒരു പ്ലെയർ മാത്രമല്ല ലിയോ മെസ്സി, അതിൻ്റെ ഒപ്പം ഒരു ലോഡ് അസിസ്റ്റും ഉണ്ട് അയാൾക്കെന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്ന കണക്കുകളാണ് ഇവിടെ പറഞ്ഞതും. എനിവേ, വെറും 5.5 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഒരു രാജ്യത്ത് കാപ്പവർദെ എന്ന ടീം ശരിക്കും വേൾഡ് ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയെ ഞെട്ടിച്ചിരിക്കുന്നു. പക്ഷേ അർജന്റീന, ലിയോ മെസ്സിയുടെ ടീം അവർക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ. റൗണ്ട് ഓഫ് 16 രാജാവിന്റെ ചിറകിലേറിക്കൊണ്ട് രാജകീയമായി തന്നെ അർജന്റീന വരികയാണ്. ഇനിയിപ്പോൾ ഈജിപ്തുമായിട്ടായിരിക്കും അവർക്ക് റൗണ്ട് ഓഫ് 16 പോരാട്ടം ഉണ്ടായിരിക്കുന്നതും. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.